അപ്പസ്തോല പ്രവർത്തനങ്ങൾ 4:12 പറയുന്നത് പോലെ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരക്ഷയ്ക്കായി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. യേശുവിന്റെ നാമമാണ് ഇന്നും നമുക്കിടയിൽ സംഭവിക്കുന്ന ഓരോ അത്ഭുതങ്ങൾക്കും അടയാളങ്ങൾക്കുമുള്ള തെളിവ്. ആ ഈശോയുടെ നാമത്തിൽ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും മുന്നോട്ട് നീങ്ങാം. സ്വർഗീയനാദത്തിന്റെ ഇന്നത്തെ എപ്പിസോഡ് നമുക്കിവിടെ ആരംഭിക്കാം. എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വർഗീയനാദത്തിലേക്ക് ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം. സ്വർഗീയനാഥത്തിലെ ആദ്യത്തെ ഗാനം പീറ്റർ കേരളിലൊരു സംഗീത സംവിധാനം നിർവഹിച്ച അർഹിക്കാത്തത് നൽകി നീ എന്നെ അന്ധനാക്കരുതേശുവേ എന്ന ഗാനമാണ്. ഒത്തിരി നല്ല വരികളും നല്ല സംഗീതവും ഈ ഗാനം നമുക്ക് സ്വർഗീയനാഥത്തിലൂടെ കേൾക്കാം. നൽകി നീ എന്നെ അന്ധനാക്കരുതേശുവേ, അർഹിക്കുന്നത് നൽകാതെ നാഥ ആർത്തനാക്കരുതെന്നെ. ആശ്രയം നിന്റെ വൻകൃപ, ആലംബം എന്നും നിൻവരം. ആശ്രയം നിന്റെ വൻകൃപ, ആലംബം എന്നും നിൻവരം. കൈവല്യം നൽകും സാന്ത്വനം, അർഹിക്കാത്തത് നൽകി നീ എന്നെ അന്ധനാക്കരുതേശുവേ, അർഹിക്കുന്നത് നൽകാതെ നാഥ ആർത്തനാക്കരുതെന്നെ നീ. സ്നേഹം മാത്രമൻ മനസ്സിൽ, സത്യം മാത്രമൻ വചത്തിൽ. സ്നേഹം മാത്രമൻ മനസ്സിൽ, സത്യം മാത്രമൻ വചത്തിൽ. നന്മകൾ മാത്രം നിലവിൽ, ആത്മചൈതന്യം വാഴി. നീയെനിക്കെന്നും നൽകണേ എന്റെ നീതിമാനാകും ദൈവമേ, അർഹിക്കാത്തത് നൽകി നീ എന്നെ അന്ധനാക്കരുതേശുവേ, അർഹിക്കുന്നത് നൽകാതെ നാഥ ആർത്തനാക്കരുതെന്നെ നീ. പാപത്തിൻ നീരുൾ വാനത്തിൽ പാത കാട്ടി നീ നയിക്കൂ. പാപത്തിൻ നീരുൾ വാനത്തിൽ
പാത കാട്ടി നീ നയിക്കൂ. ജീവിതത്തിന്റെ നിഴലിൽ നിത്യശോഭയായി നിറയൂ. പാറമേൽ തീർത്ത കോട്ടയിൽ എന്റെ മാനസത്തിൽ നീ വാഴണേ. അർഹിക്കാത്തത് നൽകി നീ എന്നെ അന്ധനാക്കരുതേശുവേ. അർഹിക്കുന്നത് നൽകാതെ നാഥ ആർത്തനാക്കരുതെന്നെ നീ. ആശ്രയം നിന്റെ വൻ കൃപ, ആലംബം എന്നും നിൻവരം. ആശ്രയം നിന്റെ വൻ കൃപ, ആലംബം എന്നും നിൻവരം. കൈവല്യം നൽകും സാന്ത്വനം, അർഹിക്കാത്തത് നൽകി നീ എന്നെ അന്ധനാക്കരുതേശുവേ. അർഹിക്കുന്നത് നൽകാതെ നാഥ ആർത്തനാക്കരുതെന്നെ നീ. പലപ്പോഴും ദൈവം അർഹിക്കാത്ത കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലോട്ട് തരുമ്പോൾ ആ ഒരു സന്തോഷത്തിന്റെ ഇടയിലോ അല്ലെങ്കിൽ അത് ലഭിച്ച ഓരോ കാര്യങ്ങളും നമുക്ക് ലഭിച്ച ആ ഒരു സന്തോഷത്തിൽ പലപ്പോഴും നമ്മൾ ഈശോയോട് നന്ദി പറയാനുള്ള ഒരു കാര്യം മറന്നു പോകാറുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് കഷ്ടപ്പാടുകൾ നമുക്കിടയിൽ സംഭവിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും ഈശോയെ എന്തിനെനിക്ക് തന്നു എന്നുള്ള ആ ഒരു ചോദ്യം നമ്മുടെ മനസ്സിലുണ്ടാവും. എന്നാൽ ഈ ഒരു ഗാനത്തിലൂടെ എനിക്ക് തോന്നുന്നു നിഷ്കളങ്കമായ ഒരു പ്രാർത്ഥനയാണ് നമുക്ക് കേൾക്കാനായിട്ട് സാധിച്ചത്. സത്യവും സ്നേഹവും നന്മയും ഇതുപോലുള്ള ഗുണങ്ങൾ നമ്മുടെ ഉള്ളിൽ നിറയ്ക്കാനായിട്ടുള്ള ഒരു പ്രാർത്ഥനയായിട്ടാണ് ഈ ഒരു ഗാനത്തിലൂടെ എനിക്ക് തോന്നിയത്. പക്ഷേ ഈ ഗാനത്തിന് ചിലപ്പോൾ ഒരുപക്ഷെ ഒരു നെഗറ്റീവ് സെൻസും കൂടെ വരാൻ സാധ്യതയുണ്ട്. അർഹിക്കുന്നത് നൽകാതെ നാഥ നീ എന്നെ ആർത്തനാക്കരുത്. അർഹിക്കുന്നത് ഒരിക്കലും ചിലപ്പോൾ നമുക്ക് ദൈവം തരാതിരിക്കില്ല. ദൈവം തരുന്നത് മുഴുവൻ നമുക്ക് അർഹിക്കാത്തത് തന്നെയാണ്. അർഹതയില്ലായിട്ടും ഒത്തിരിയേറെ സ്നേഹവും കാരുണ്യവും ഒക്കെ തരാറുണ്ട്. പക്ഷെ നമുക്ക് അർഹിക്കുന്നത് തരുന്നില്ല എന്നത് നമ്മൾ പറയുന്നത് നമ്മുടെ ബുദ്ധിയില്ലായ്മ കൊണ്ടോ ദൈവത്തിന്റെ സ്നേഹവും ആ കാരുണ്യമൊന്നും മനസ്സിലാക്കാൻ പറ്റാത്തത് കൊണ്ടാവാം. പക്ഷെ എന്നാൽ പോലും അവരും പറഞ്ഞ പോലെ നിഷ്കളങ്കമായിട്ട് പ്രാർത്ഥിക്കുകയാണ്, അർഹിക്കുന്നത് എനിക്ക് തരാതിരിക്കരുത്. എന്നാൽ നല്ല ഒരു പ്രത്യേകതയുള്ള വരികളും നല്ല സംഗീതവും സുഭാഷിതങ്ങളിൽ ദൈവവചനങ്ങളുണ്ട്. അർഹിക്കാത്തത് എനിക്ക് നൽകരുത്. അതായത് നല്ല ഒരു വരികളും സംഗീതവുമാണ്. നമുക്ക് അടുത്ത ഗാനത്തിലേക്ക് പ്രവേശിക്കാം. അടുത്തതായി ഞാൻ ആലപിക്കാൻ പോകുന്നത് ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് എന്ന ഗാനമാണ്. ആ ഗാനം നമുക്ക് കേൾക്കാം.
എത്ര നല്ലവൻ മതിയായവൻ എന്നെ കരുതുന്ന കർത്തനവൻ. എത്ര നല്ലവൻ മതിയായവൻ എന്നെ കരുതുന്ന കർത്തനവൻ. എന്റെ ആവശ്യങ്ങളെല്ലാം അറിഞ്ഞിടുന്ന ഏറ്റവും അടുത്ത സഹായകൻ താൻ. എന്റെ ആവശ്യങ്ങളെല്ലാം അറിഞ്ഞിടുന്ന ഏറ്റവും അടുത്ത സഹായകൻ താൻ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. ഈനാലപിച്ച ഈ വരികളിൽ പറയുന്നത് പോലെ തന്നെ ഈ ലോകം നമുക്കൊരു മനസ്സുഖവും മനഃശാന്തിയും നൽകില്ല. ദൈവത്തിന്റെ വഴിയിലേക്ക് തിരിച്ചു വരുവാൻ, ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുവാൻ എന്നുള്ള വളരെ വളരെ മനോഹരമായ വരികളും നല്ലൊരു ആശയവുമാണ് ഈ ഗാനത്തിലൂടെ ആലപിച്ചത്. ശരിയാണ്, നമ്മൾ ബൈബിളിൽ വായിക്കുന്നുണ്ട് അജി പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ മനുഷ്യകരങ്ങളിലല്ല ആശ്രയം വെക്കേണ്ടത്, ദൈവത്തിന്റെ കൃപയിലാണ്. പലപ്പോഴും ദൈവത്തിന് ശക്തമായ കരുത്തിന് കീഴിൽ നീ താഴ്മയോടെ നിൽക്കുക, നിന്നെ തക്ക സമയത്ത് ദൈവം ഉയർത്തിക്കൊള്ളും. ഓരോ നിമിഷം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ പാടിയൊരു ഗാനമുണ്ട്, ഇടം വലം തിരിയുമ്പോഴൊക്കെ ഓരോ കാര്യങ്ങളും നമ്മെ വെളിപ്പെടുത്തി തരുന്ന, നമ്മെ നിയന്ത്രിക്കുന്നതൊക്കെ നമ്മുടെ ഈശോയാണ്. കൃപയിൽ ആശ്രയിച്ചുള്ള ഒരു ജീവിതമാണ് ശരിക്കും ക്രിസ്ത്യാനിക്ക് വേണ്ടത്. ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിക്കുക, ഈ ലോകത്തിന്റെ സുഖങ്ങളിലും സന്തോഷങ്ങളിലും ആശ്രയം വെക്കാതിരിക്കുക. ഇതായിരിക്കട്ടെ നമ്മുടെ ഒരു നിയോഗവും പ്രാർത്ഥനയും ഒക്കെ. അതിലേക്ക് നമുക്ക് വളരാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് അടുത്ത ഗാനം നമുക്ക് ശ്രമിക്കാം. അടുത്ത ഗാനം കരഞ്ഞാൽ കണ്ണീരൊപ്പം സ്നേഹമില്ലേ എന്ന് തുടങ്ങുന്ന വളരെ മനോഹരമായ ഗാനമാണ്. ഈ ഗാനം എനിക്ക് തോന്നുന്നു എല്ലാവരുടെയും ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഗാനമാണ്. പ്രത്യേകിച്ച് ജോജി ജോൺസ് എന്ന മ്യൂസിക് ഡയറക്ടറെ ഒരു എല്ലാവരിലേക്കും അറിയപ്പെടുന്ന ഒരു മ്യൂസിക് ഡയറക്ടർ ആക്കിയ ഒരു ഗാനം കൂടിയാണ് കരഞ്ഞാൽ കണ്ണീരൊപ്പം സ്നേഹമല്ലേ. ഈ വളരെ മനോഹരമായ ഗാനം ആലപിച്ചിരിക്കുന്നത് മനോജ് ക്രിസ്റ്റിയാണ്. അപ്പൊ നമുക്ക് സ്വർഗീയ നാദത്തിലൂടെ ഈ ഗാനം ശ്രവിക്കാം.
മനസ്സിൽ നിറയുന്ന മുറിവുകളെല്ലാം വിരൽ തൊട്ടുണർത്തിടുന്നു. ഭാരങ്ങൾ പേറി ഞാൻ വീണിടുമ്പോൾ തോളിൽ വഹിച്ചിടുന്നു. ഒരു കുഞ്ഞിനെ പോൽ തിരുമാറിലവൻ എന്നും എന്നെ ഉറക്കിടുന്നു. ഒരു കുഞ്ഞിനെ പോൽ തിരുമാറിലവൻ എന്നും എന്നെ ഉറക്കിടുന്നു. കരഞ്ഞാൽ കണ്ണീരുപ്പും സ്നേഹമല്ലേ എന്റെ നാഥനല്ലേ ഈശോ. തളർന്നാൽ താങ്ങി എന്നെ ഓമനിക്കും സ്നേഹനാഥനല്ലേ ഈശോ. പകയാലിൻ മനം നേരിടുമ്പോൾ ക്ഷമയായി വന്നിടുന്നു. പിഴകൾ ഞാനേറ്റു ചൊല്ലിടുമ്പോൾ മോചനം നൽകിടുന്നു. തന്റെ അനുഗ്രഹത്തിൻ തിരുകരങ്ങളാൽ എന്റെ ശിരത്തിൽ ചേർത്തിടുന്നു. തന്റെ അനുഗ്രഹത്തിൻ തിരുകരങ്ങളാൽ എന്റെ ശിരത്തിൽ ചേർത്തിടുന്നു. കരഞ്ഞാൽ കണ്ണീരൊപ്പും സ്നേഹമല്ലേ എന്റെ നാഥനല്ലേ ഈശോ. തളർന്നാൽ താങ്ങി എന്നെ ഓമനിക്കും സ്നേഹനാഥനല്ലേ ഈശോ. എൻ മുഖം വാടുമ്പോൾ എൻ മനം നീറുമ്പോൾ എന്റെ ചാരത്തു ചേരുന്നു സാന്ത്വനമാ. കരഞ്ഞാൽ കണ്ണീരൊപ്പും സ്നേഹമല്ലേ എന്റെ നാഥനല്ലേ ഈശോ. തളർന്നാൽ താങ്ങി എന്നെ ഓമനിക്കും സ്നേഹനാഥനല്ലേ ഈശോ. വളരെ അർത്ഥവത്തായ ഗാനം വളരെ മനോഹരമായി തന്നെ അജിച്ചേട്ടനോട് പാടി. എനിക്ക് തോന്നുന്നു നമ്മുടെ സങ്കടങ്ങളിലും ഞെരുക്കങ്ങളിലും എല്ലാം കർത്താവാണ് നമ്മുടെ കൂടെ ഉള്ളത്. എപ്പോഴും മറ്റേ ആരിലും നമ്മൾ ആശ്രയം തേടിപ്പോയാലും ഒരിക്കലും നമുക്ക് ഒരു സമാധാനം കിട്ടാറില്ല. കർത്താവിലേക്ക് നാം അവസാനം തിരിച്ചു വരേണ്ടി വരുന്നു. അതെ, ടീന പറഞ്ഞതുപോലെ തന്നെ പൂർണ്ണമായിട്ടുള്ള ആ ഒരു സമാധാനം ദൈവത്തിങ്കിൽ നിന്ന് മാത്രമാണ് നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കുന്നത് എന്നുള്ള ഒരു ഉറച്ച ഒരു സന്ദേശം കൂടിയായിരുന്നു അജിച്ചേട്ടന്റെ ഈ ഒരു ഗാനത്തിലൂടെ നമുക്ക് കിട്ടിയിരിക്കുന്നത്. എനിക്ക് ഈ ഗാനത്തില് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ എന്റെ മുഖം പാടുമ്പോൾ എന്റെ മനമൊന്ന് നേറുമ്പോൾ ഓടി വന്ന് ചാരി ചേർത്ത് നിർത്തുന്ന ഈശോ. ആ ഈശോയുടെ നമ്മുടെ കരഞ്ഞാൽ നമ്മുടെ ദുഃഖങ്ങളെല്ലാം അകറ്റുന്ന ഈശോ. വളരെ മനോഹരമായ ഒരു മ്യൂസിക്കാണ്. ഒരിക്കൽ കൂടി ജോജി ചേർന്ന് ഓർത്തുകൊണ്ട് അടുത്ത ഗാനത്തിലേക്ക് പോകുന്നു. ചേട്ടൻ ആലപിച്ച ആ ഒരു ഗാനത്തിന്റെ ബാക്കിയായിട്ടുള്ള ഒരു പാട്ടാണ് ഞാൻ ഇനി പാടുന്നത്. നേരത്തെ പറഞ്ഞു കണ്ണീരെല്ലാം ഈശോ ഒപ്പി.
നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിന് ശാന്തി നൽകിയ ഈ ഒരു സമയത്ത് നമ്മൾ അനുഭവിക്കുന്ന ആ ഒരു ദൈവത്തിന്റെ സാന്നിധ്യമാണ് അടുത്ത ഗാനത്തിലൂടെ ഞാനും ആലപിക്കാനായി ശ്രമിക്കുന്നത്. നിന്ദാനം ഞാൻ അനുഭവിച്ചു എന്ന് തുടങ്ങുന്ന ഗാനം സ്വർഗീയ നാദത്തിലൂടെ നമുക്ക് ശ്രവിക്കാം. നിന്ദാനം ഞാൻ
തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നത്തെ ഗാനങ്ങളെല്ലാം ഒന്നിനൊന്നോട് ചേർന്ന് പോകുന്ന ഗാനങ്ങളായിരുന്നു. ദൈവത്തിനോട് ഉള്ള ആദ്യത്തെ പ്രാർത്ഥന, അർഹിക്കാത്തത് എനിക്ക് തരരുതേ, പിന്നെയുള്ള ഈശോയുടെ കരഞ്ഞാൽ കണ്ണീരൊപ്പുന്ന ഈശോ, അങ്ങനെ എല്ലാ ഗാനങ്ങളും ഒത്തുചേർന്ന് പോകുന്ന മനോഹരമായൊരു എപ്പിസോഡായിരുന്നു ഇത്. നമുക്കറിയാം, എല്ലാറ്റിലും മതിയായവൻ ഈശോയാണ്. ഇപ്പം മെറിന്റെ ഗാനത്തിൽ നമ്മൾ കേട്ടു, ഏറ്റവും മതിയായവൻ ഈശോ. ടീന നേരത്തെ പറഞ്ഞതുപോലെ എല്ലാത്തിലും നമ്മൾ ആശ്രയം വെച്ചിട്ട് അവസാനം നമ്മൾ ആശ്രയിക്കേണ്ട അല്ലെങ്കിൽ അവസാനം ഓടിയെത്തേണ്ട ഒരാളല്ല ഈശോ. ഒന്നാം സ്ഥാനം കൊടുക്കേണ്ട ഒരാളായിരിക്കട്ടെ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഈശോ. യഥാർത്ഥമായ സ്നേഹവും യഥാർത്ഥമായ സമാധാനവും നമ്മുടെ പ്രശ്നങ്ങളിലും നമ്മുടെ പ്രതിസന്ധികളിലും നമ്മുടെ സങ്കടങ്ങളിലും ആരോരും അറിയാത്ത നമ്മുടെ നൊമ്പരങ്ങളിലും ഒക്കെ നമ്മെ സാന്ത്വനപ്പെടുത്തുന്ന, നമ്മെ ആശ്വസിപ്പിക്കുന്ന, നമ്മുടെ മുറിവുകൾ ആരോരും അറിയാതെ ഉണക്കി നമ്മെ സ്വന്തമാക്കുന്ന ഒരു സ്നേഹനിധിയായ ഒരു ദൈവം നമുക്കുണ്ട്. ആ ഈശോയുടെ ശക്തിയേറിയ നാമം വിളിച്ചപേക്ഷിക്കാൻ, അവന്റെ വചനങ്ങളിൽ ആശ്രയിച്ച് ഒരു ക്രിസ്തീയ ജീവിതം വിശുദ്ധമായി മുമ്പോട്ട് കൊണ്ടുപോകാൻ നമുക്ക് ആഗ്രഹിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഈശോ നമ്മെ അതിന് സഹായിക്കട്ടെ. മാലാഖമാർ നമുക്ക് കൂട്ടുവരട്ടെ. സ്വർഗീയനാഥം ഇന്നിവിടെ പൂർണ്ണമാകുന്നു. ദൈവത്തിന് സ്തുതി. ശ്രീയേശുനാമം അതിശയനാമം, പേരേനിക്കിമ്പനാമം. ശ്രീയേശുനാമം അതിശയനാമം, പേരേനിക്കിമ്പനാമം. എല്ലാ നാമത്തിലും പേരായ നാമം, ഭക്തജനം വാഴ്ത്തും നാമം. എല്ലാ മുഴങ്ങാലും മടങ്ങും കണ്ടിരുന്നു വല്ലവത്തമുള്ള നാമം. ശ്രീയേശുനാമം അതിശയനാമം, പേരേനിക്കിമ്പനാമം. പേരേനിക്കിമ്പനാമം. നൽകി നീ എന്നെ അന്ധനാക്കരുതേശുവേ, അർഹിക്കുന്നത് നൽകാതെ നാഥ ആർത്തനാക്കരുതെൻ